3 വർഷത്തിന് ശേഷം ഞങ്ങൾ 4 പേരും കൂടി ഒരുമിച്ച് തിന്ന് മരിക്കാൻ പോകുന്നൊരു ദിവസമാണിത്. അതിനുവേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്തത് വിഷു ദിവസം തന്നെയായിരുന്നു. കാലത്ത് 7 മണിക്ക് തന്നെ ഞങ്ങൾ 2 പേരും കൂടി ചേർന്ന് നേരെ വിട്ടു കാവശ്ശേരിയിലോട്ട്. അവിടെ നിന്ന് മനുവിനെടുത്ത ബബിദാസിന്റെ വീട്ടിൽ. അവിടെ എത്തിയതും ഈ വർഷത്തെ ആദ്യത്തെ കൈനീട്ടം, അതും ബബിദാസിന്റെ അച്ഛന്റെ വക. കൈനീട്ടം വാങ്ങിക്കാതെ ആള് ഞങ്ങളെ വിട്ടാക്കി. എന്നാൽ പിന്നെ കൈനീട്ടം മാത്രം ആക്കണ്ട, കുറച്ച് പടക്കവും പൊട്ടിച്ച് അവിടെ നിന്ന് തന്നെ വിഷുക്കഞ്ഞിയും കുടിച്ചിട്ടാണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങുന്നതുകൊണ്ട് ഒരു പ്ലേറ്റ് കഞ്ഞി അത് ഞങ്ങൾ 3 പേരും കൂടി മാത്രമാണ് കുടിച്ചത്. അറിയാതെ പോലും അവന്റെ വീട്ടിലേക്ക് ഒരാൾ കയറി കഴിഞ്ഞാൽ തീർന്നു മോനെ, ഇതാണ് ഐറ്റം. ഞങ്ങളുടെ 4 പേരുടെയും ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു ട്രിപ്പ്. അതിപ്പോഴാണ് ഞങ്ങൾക്ക് സാധിച്ചത്. പോകുന്ന വഴിക്ക് ഐശ്വര്യമായിട്ട് ഹോം ടൗണിൽ നിന്ന് ഒരു ചായ കുടിച്ച് തന്നെ തുടങ്ങാം. തിന്നണം തിന്നണം തിന്നണം. ഞങ്ങൾക്ക് 4 പേർക്കും ഒരേ വികാരം. പക്ഷെ എവിടേക്ക് പോകും? എന്തായാലും പോകുന്ന വഴിക്ക് ഒന്ന് ചില്ലടിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ലൈസും വെള്ളമൊക്കെ വാങ്ങി വെച്ചു. അങ്ങനെ വെറൈറ്റി ഫുഡ് കിട്ടണമെങ്കിൽ അത് ഷാപ്പിക്ക് തന്നെ പോകണം. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ ഇതുവരെ പോകാത്തൊരു അടിപൊളി ഷാപ്പ്, നല്ല വൈബുള്ളൊരു ഷാപ്പ്, കടവ് മണലൂർ കടവ് ഷാപ്പ്. ഇതുവരെ ഈ ഷാപ്പിൽ വരാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വരണം. കാരണം ഇവിടുത്തെ അന്തരീക്ഷം അത്രയ്ക്ക് അടിപൊളിയാണ്. അങ്ങനെ പാലത്ത് കയറി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് കയറി. എന്റെ വലതുകാല് വെച്ചിട്ട് തന്നെ കയറി. ഈശ്വരാ, ഫുഡ് അടിപൊളിയായിരിക്കണേ. മെനു കാർഡിലെ ഫുഡ് ഐറ്റംസ് കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ വായിൽ കപ്പൽ ഓടാൻ തുടങ്ങി. എല്ലാ ഐറ്റംസും ഓരോന്ന് പോരട്ടെ പറഞ്ഞ് ഞങ്ങള് ഇന്നൊരു പൊടി. ആദ്യം തന്നെ നല്ല മുളകിട്ട് വെറ്റിച്ച ഒരു നല്ലൊരു കപ്പ, അത് കഴിഞ്ഞ് നല്ല കള്ളപ്പം. കലാകാരനായതുകൊണ്ട് അവൻ എന്തൊക്കെയോ ഡിസൈൻ ആക്കി വെച്ചു. അത് കഴിഞ്ഞ് വന്നു ചെമ്മീൻ, ആട്ടിന്റെ തലക്കറി, പോർക്ക് കറി, അത് കഴിഞ്ഞ് ബീഫ് കറി, ആട്ടിന്റെ തലക്കറി, കക്ക, കൊഞ്ച്. ജീവിതത്തിൽ എല്ലാപ്പോഴും ഒരിക്കലും ഇങ്ങനെ ആയിരിക്കുന്ന ഒരു സമയമുണ്ട്. വിശന്നിരിക്കുന്ന സമയത്ത് അത്ര ഇഷ്ടമുള്ള ഫുഡെല്ലാം ഉമ്മർത്ത് വന്നിരിക്കുന്ന ഒരു അവസ്ഥ. അതാണ് ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. എന്റെ അമ്മോ, ഞങ്ങളുടെ വായില് ഈശ്വരാ. അങ്ങനെ അവസാനം ചേട്ടൻ പൊറോട്ടയും കൂടി കൊണ്ടുവന്ന് വെച്ചപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ അങ്ങോട്ട് പേട തുടങ്ങി. വേറെ എന്തൊക്കെ എത്ര വലിയ ഹോട്ടൽ വന്നാലും റെസ്റ്റോറന്റ് എന്ത് ഐറ്റം തന്നെ വന്നോട്ടെ, പക്ഷെ ഈ ഷാപ്പ് ഫുഡിനെ വെല്ലാൻ, അതിനെ വെല്ലണ ഒരു ഐറ്റം അത് വേറെ ഇല്ല മക്കളെ. അങ്ങനെ എല്ലാ ഫുഡും കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ വായിൽ എരിവണ്ടി ഓടി. ഈശ്വരാ, വിഷു ദിവസമായതുകൊണ്ട് വേറെ ഷാപ്പൊന്നും തുറന്നിട്ടില്ല. അപ്പൊ പിന്നെ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, നേരെ സ്നേഹതീരത്തോട്ട്. അവിടെ എത്തിയ തന്നെ ഒരു ചായ പാസ്സാക്കി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കടലിറങ്ങി, അവിടെ കുറച്ച് ചില്ലടിച്ചു സാറേ. രാത്രിത്തെ ഫുഡ് അടിപൊളിയാക്കണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നൊക്കെ ലേറ്റ് ആയിട്ടുള്ള ഫുഡേ കഴിച്ചുള്ളൂ. അതിൽ ഈ പയ്യന്റെ കാന്താരി മുട്ട അത് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് മണ്ണൂത്തിയിൽ വണ്ടി നിർത്തി. അവിടെ നിന്നൊരു ബീഫ് ചില്ലി ഓർഡർ ചെയ്തു. അത് കഴിച്ച് ഇഷ്ടപ്പെട്ടപ്പോൾ അവിടെ തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ഞാനൊരു ഫ്രൈഡ് റൈസും ഒരു ചില്ലിയും ഒരു ചിക്കൻ കൊണ്ടാട്ടും അവർ 3 ബിരിയാണി ഓർഡർ ചെയ്ത് അതെല്ലാം കഴിച്ചു. ഇപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു ദിവസം അതെന്നുണ്ടാവും ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഈ വർഷത്തെ വിഷു അത് അടിപൊളി.